മാന്യരായ ജനങ്ങളറിയാൻ ഞാൻ പറയുന്ന കാര്യം വിശ്വസനീയമായി കേൾക്കുക. ഇത്ര വർഷമായ കേസുകൾ കീഴ്വായ്പൂര് നടന്നുകൊണ്ടിരുന്നതാണ്. ഇത് കാണുക. നിങ്ങൾക്കെല്ലാം കാണാൻ വേണ്ടിയാണ് യൂട്യൂബിൽ പഴയ വീഡിയോകൾ എല്ലാം ഞാൻ ഫ്രണ്ടിലിട്ടേക്കുന്നത്, ജനങ്ങൾ കാണാൻ വേണ്ടി. ഈ കീഴ്വായ്പൂർ പോലീസുകാർ സർക്കാരിന് ശമ്പളം മേടിച്ചുകൊണ്ട് എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ ക്രൂശിക്കാനായിട്ട് ഈ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ട് വേശിക്ക് കുട പിടിച്ചുകൊണ്ട് ഉത്തരവാദിത്തമില്ലാത്ത ജീവിതം ജീവിക്കുന്നത്? മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനാണ്. വേശി വ്യഭിചരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൽ ഈഞ്ഞാണിക്കുന്ന ആണുങ്ങൾ ഉണ്ടെന്നുള്ളത് മറ്റുള്ളവരും മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ വാർത്ത ഇടുന്നത്. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ചെയ്ത നന്മ അത് സമൂഹത്തിൽ അറിയാൻ വേണ്ടിയാണ്. മർത്തോമ പള്ളിക്കാര് ഏറ്റവും കൂടുതൽ ഈ സ്ത്രീയുടെ അടുത്ത് പോയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അങ്ങനെയാണെങ്കിൽ ആ വലിയ പള്ളി പണിതതിന് പകരം ഒരു വേശ്യാലയം തുരുത്തിക്കാട്ടി പണിതാൽ പോരായിരുന്നു? അവരുടെ സമുദായത്തിലായാലും ആരുടെ സമുദായത്തിലായാലും ഒന്നോർക്കുക, എൻ്റെ തൊഴിൽ നഷ്ടപ്പെടുത്തിയ പോലെ തന്നെ മറ്റുള്ളവർക്കും ഇത് ശാപമായിട്ടേ മാറത്തുള്ളൂ. എന്ന് കൂടിയ പകലായാലും യേശുദേവന് ആർക്കായിക്കോട്ടെ, ഏത് ദേവനായിക്കോട്ടെ, ഏത് ദേവാദിദേവനായിക്കോട്ടെ, അവരാരായാലും, നായന്മാരായാലും ശരി, ഏത് ആൾക്കാരായാലും റോഡിൽ കിടന്ന് വ്യഭിചാരം പല പല കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ ഓർക്കുക. നായന്മാർ തന്നെ, ജാതികൾ തന്നെ ഇവരെ അടിച്ചൊതുക്കുക, ക്രിസ്ത്യാനികളോട് കൂടിക്കൊണ്ട്. ആശാരി വിജയൻ എന്ന് പറയുന്നവനും മധു എന്ന് പറയുന്നവനും അവനൊക്കെ കാണിക്കുന്ന തോന്നിവാസങ്ങൾ നിങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ക്രൂശിനെ ഏക്കുന്നത്. എന്താണ് ഞാൻ ചെയ്ത തെറ്റ്? എല്ലാവരെയും വിളിച്ചു വരുത്തിയല്ലോ. സിയയുടെ അടുത്ത് എല്ലാവരെയും, ഗുരുജി ആയാലും ചെല്ലപ്പനായാലും ആരെയെല്ലാം വിളിച്ചു വരുത്തുക, അവരെല്ലാം വിളിച്ചു വരുത്തി കീഴ്വായ്പൂർ സ്റ്റേഷനിൽ വെച്ച് ഞാൻ ചോദിച്ചാണല്ലോ, എന്താ വന്ന് വെച്ചാൽ എഴുതിത്താ. എൻ്റെ തന്ത വരെ ഞാൻ ഇവർക്ക് വിട്ടുകൊടുത്തു വ്യഭിചാരം വളർത്താൻ വേണ്ടി. എന്നിട്ട് ഇവർക്ക് തീരുന്നില്ല. എൻ്റെ അമ്മ 3 ദിവസമായിട്ട് തെറിവിളി കാരണം കൊണ്ടാണ് ഞാനിപ്പോൾ ഈ വാർത്ത ഇടുന്നത്. എനിക്ക് പത്തനംതിട്ട ഇരിക്കണം. അതുപോലെ തന്നെ ഏത് ജാതിയാന്ന് പറഞ്ഞാലും അവിടെ വെച്ചൊരു പെണ്ണൂടെ കെട്ടണം, പത്തനംതിട്ട വെച്ച് തന്നെ. അത് ജനങ്ങൾ കാണാൻ വേണ്ടിയാണ്. ഇനിയും മേലിൽ ഒരു ജാതിക്കും ഈ ഗതി വരരുത്. ഗീതാകുമാരി പ്രസന്നയുടെ മക്കള് എങ്ങാണ്ടൂന്ന് 2 മക്കള് എങ്ങാണ്ടൂന്ന് 2 പെൺപിള്ളേരെ വിളിച്ചോണ്ട് വന്നു. ഒന്നാമത്തവൻ പ്രായപൂർത്തിയാകാത്തൊരു പെണ്ണെ വിളിച്ചോണ്ട് വന്നു. കഞ്ചാവ് കച്ചവടത്തിന് പോയി. ആ കഞ്ചാവ് കച്ചവടം പോലെ തന്നെ ഇപ്പോഴും ആ സ്ത്രീക്ക് 4-5 മക്കളുണ്ടായി. എന്നും അടിയായിരുന്നു, അടിയോടടി എന്ന് പറഞ്ഞാൽ റോഡിലും പലയിടത്തും എല്ലായിടത്തും ഇട്ട് അടിച്ചിട്ടുണ്ട്. അതിനെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ആ സ്ത്രീക്ക് ഇപ്പം 3 പിള്ളേരുണ്ട്. വേറൊരുത്തിയോട് അവൻ പോയി. അത് കേസിൽ അകത്തുവാകുകയും ചെയ്തു. എന്നിട്ടും പിന്നെ ഞങ്ങളോട് ശല്യം. എന്താണ് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യം? ഞാൻ ആ മലയിൽ ചെല്ലുന്നത്, എൻ്റെ വീട്ടിൽ കിടക്കുന്നത് ആ വേശ്യാമലയായിട്ട് പ്രഖ്യാപിക്കാനാണോ, അതോ എൻ്റെ അമ്മയും കൊണ്ട് ഞാൻ ആ മലയിൽ നിന്ന് ഇറങ്ങണോ? ആർക്കെങ്കിലും വസ്തു വേണമെങ്കിൽ എടുത്തു, അതിൻ്റെ തുച്ഛമായ പൈസ തന്നേച്ചാൽ മതി. വേശ്യാലയമായിട്ട് അത് പ്രഖ്യാപിക്കണം. പക്ഷേ കല്ലുപ്പാറ പഞ്ചായത്ത് ആരും കൂടിക്കൊണ്ട്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷന് ഏതായാലും വേശ്യാലയം വളർത്താൻ സർക്കാർ സമ്മതിക്കത്തില്ല. കാര്യം CPM-കാരായാലും ആരായാലും നല്ലതായിട്ട് വ്യഭിചാരം, കോൺഗ്രസ്സുകാരായാലും നല്ലതായിട്ട് വ്യഭിചാരം വളർത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അന്നേരം വേശ്യാലയം പണിത് കൊടുത്തു കഴിയുമ്പം പിന്നെ ഈ പോലീസിൽ നിന്നുള്ള ക്രെഡിറ്റ് വേണ്ട. അന്നേരം അതായിരിക്കും നല്ലത് സമൂഹത്തിൽ, പത്തനംതിട്ട ജില്ലയിൽ നല്ലത്. കാര്യം ഏറ്റവും കൂടുതൽ പത്തനംതിട്ട ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സെക്സ് മാഫിയകൾ കൂടുതൽ വളരുന്ന സാഹചര്യം ഉള്ളത്. 14 വയസ്സുള്ള പെൺപിള്ളേരെ തൊട്ട് അങ്ങ് ജനിക്കുന്ന കൊച്ചുങ്ങളെ വരെ റേപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ട് റോഡേ നടന്നു പോകുമ്പോഴെല്ലാം ഇതുപോലുള്ള പ്രസന്നെ പോലുള്ള ആൾക്കാർ, ഗീതാകുമാരി പ്രസന്നെ പോലുള്ള ആൾക്കാരെ റോഡിലിട്ട് പണ്ണുന്നതും വ്യഭിചാരം ചെയ്യുന്നതും കണ്ടാണ് ഓരോരുത്തർ വളരുന്നത്. അമ്മയെ കൂട്ടിക്കൊടുക്കുകയായിരുന്നു വിനോദിൻ്റെയും വിനീഷിൻ്റെയും പ്രശാന്തിൻ്റെയും പ്രീജിത്തിൻ്റെയും മധുവിൻ്റെയും തൊഴിൽ. മധു എന്ന് പറഞ്ഞ് എങ്ങാണ്ടൊന്ന് വന്ന് കൂടിയ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ സന്തോഷം എന്ന് പറഞ്ഞ് അവിടെ ഉണ്ട് അവതാരം, മോളെ പിടിച്ച് ഒരെണ്ണം. അതും ഇതുപോലെ തന്നെയായിരുന്നു. ഈ കഴിഞ്ഞിടയ്ക്ക് അടി കിട്ടിയ കാരണം കൊണ്ട് വേറൊരു വീട്ടിൽ ചെന്ന് കയറി അടി കിട്ടിയ കാരണം കൊണ്ട് ആ വീട്ടുകാരെ പറയുന്നില്ല, വേറൊരു വീട്ടിൽ ചെന്ന് കയറി അടി കിട്ടിയ കാരണം കൊണ്ട് ഇപ്പോൾ പമ്മി കയറിയിരിക്കുകയാണ്. അതാണ് സന്തോഷം, നല്ല സന്തോഷമാണ്.
ഗീതാകുമാരിയുടെ മുലയ്ക്ക് പിടുത്തമായിരുന്നു ഒരിടയ്ക്കത്തെ പരിപാടി. സ്ഥിരം പിടുത്തമായിരുന്നു. അതേ കിടന്നു പിടിച്ച് 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 ഒരു ദിവസം അടിയായി കഴിഞ്ഞപ്പോഴാണ് നിർത്തിവെച്ചേക്കുന്നത്. അത്രയും ആൾക്കാരാണ് ഈ തുരുത്തിക്കാട്ടിലുള്ള വലിയ മാന്യരായിട്ട് നടക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ആരോടും പറയാൻ പറ്റത്തില്ല. എൻ്റെ കുടുംബക്കാരാന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ അവരോട് ആരോടും സഹകരിക്കാനോ മനോഭാവം കാണിക്കാനോ പോയിട്ടില്ല. ഇനിയും ജനങ്ങൾ തന്നെ ചോദിക്കുക, ഞാൻ എന്താണ് ചെയ്തു കൊടുക്കേണ്ട ആവശ്യം പറഞ്ഞാൽ മതി. ഞാൻ പത്തനംതിട്ട ഇരിക്കാം. ജനങ്ങൾ തന്നെ വിളിച്ചിരുത്തി പത്തനംതിട്ട ഇരുത്തുക. അതായിരിക്കും നല്ലത്, ഉചിതമായ കാര്യം. നാട് മൊത്തം പോസ്റ്റർ ഒട്ടിച്ചു വ്യഭിചാരം വളർത്താതിരിക്കാൻ വേണ്ടി. എന്നിട്ടും ഞങ്ങളെ കിടക്കപ്പുറതിയില്ല. അന്നദാനം മുട്ടിക്കുകയാണ്. ഇവരുടെ മെയിൻ പരിപാടിയാണ് കൂടോത്രം. ഇപ്പം ഞങ്ങൾക്ക് വന്നേക്കുന്ന ഭവിഷ്യത്ത് പറയുകയാണെങ്കിൽ കൃഷിനാശം, ധനനഷ്ടം, മാനനഷ്ടം, പശുക്കൾ മരണപ്പെട്ടു പോയി, വിഷം കലക്കുക, മീൻകുളത്തിൽ വിഷം കലക്കുക, കോഴികൾ ചാവുക, അസുഖങ്ങൾ വരിക, ദേഹം പൊട്ടിയളിയുക, മാനസിക രോഗം വരിക, അസ്വസ്ഥത അനുഭവിക്കുക, ദേഹത്ത് അസ്വസ്ഥത അനുഭവിക്കുക, തൊഴിൽ നഷ്ടപ്പെടുക. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ പരിപാടികൾ. അതുകൊണ്ട് ജനങ്ങൾ തന്നെ ഒന്ന് കൂടുക ആവശ്യമാണ്. ഇനി മേലൊരു ജാതിക്കും ഈ ഗതി വരില്ല. തന്തയില്ലാത്തവനായിട്ട് വളർന്നെങ്കിൽ അവൻ്റെ രീതിക്ക്, അതായത് വിജയൻ്റെ മക്കളോ പ്രസന്നയ്ക്കോ ആർക്കായാലും അവൻ്റെ രീതിക്ക് വളർന്നോട്ട്, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി ഇതൊന്ന് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇനിയൊന്ന് ചോദിക്കുക അവരോട് തന്നെ, എന്താണ് നിങ്ങൾ വലിയ പെരപണിയാനായിട്ട് വലിയ ആശാരിയായിട്ട് വിളിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. വിശ്വകർമ്മ സമുദായത്തിൻ്റെ വലിയ സെക്രട്ടറി, ഇവൻ്റെയൊക്കെ കയ്യിരിപ്പ് ഇതാണ്. ഇവനെയൊക്കെ ചാട്ടിക്കടിക്കുക തലയ്ക്ക്. ജനങ്ങൾ ഇതറിയണം. ഇനി മേലിൽ ഇതുപോലെ ആരും കേസ് കൊടുക്കാൻ ഇടവരരുത്. ഇവർക്ക് നിയമമില്ലെങ്കിൽ ഈ വ്യവസ്ഥ ഇത് നിർത്തലാക്കണം. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും മുഖ്യമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും എല്ലാ ലെറ്റർ അയച്ച കോപ്പികൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി മേലിൽ നിയമമില്ലെന്നുള്ളത് എഴുതി വെക്കണം. ജനങ്ങൾ കൂട്ടുനിന്നുകൊണ്ട് വേണം. പത്തനംതിട്ടയിൽ 28 പേരെയോ 38 പേരെയോ ഒരു പെൺകൊച്ചിനെ, ദളിത് പെൺകൊച്ചിനെ റേപ്പ് ചെയ്തെന്ന് പറഞ്ഞ് പിടിച്ചു. പക്ഷേ എന്തുകൊണ്ട് ഈ ഗീതാകുമാരിയെ പിടിക്കുന്നില്ല പോലീസുകാർ? അതോ അവർ സെക്സ് ചെയ്യാൻ പോയതുകൊണ്ടാണോ? സമൂഹം ഒന്ന് മനസ്സിലാക്കുക. നിയമമില്ലെങ്കിൽ ഇതോടെ എനിക്ക് വന്ന ഗതി ഇനിയും മനുഷ്യനാർക്കും, മത്തായിക്കും അട്ടപ്പാടിയിലെ മധുവിനും വന്ന പോലെ വരരുത്. അതുകൊണ്ട് നിയമമില്ലെന്നും കീഴ്വായ്പൂർ പോലീസ് സ്റ്റേഷൻ ജനങ്ങളെ കൂടി അടിച്ചു ഓടിക്കണം പോലീസുകാരെ.